ബറക്കുമോ ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിമന്യ സമുദായ വലിയ മെത്രാപ്പോലിത്ത സെവേറിയോസ് തിരുമേനി, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഇന്ന് ദൈവഹിതത്താൽ പരിശുദ്ധാത്മാവ് കശീശ സ്ഥാനത്തേക്ക് വിളിക്കുന്നതായ നമുക്കേവർക്കും പ്രിയപ്പെട്ട ബിബിൻ ഷമാശൻ, വിശ്വാസികളുടെ സമൂഹമേ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനവ്. പരിശുദ്ധ സഭയിലെ ഓരോ ദൈവവിശ്വാസിയും ദൈവിക ശുശ്രൂഷകരാണ്. ദൈവരാജ്യ കെട്ടുപണിയിൽ പങ്കുകാരാകുക എന്നുള്ളതാണ് നാം ഓരോരുത്തരിൽ നിക്ഷിപ്തമായിരിക്കുന്നതായ ദൈവിക ദൗത്യം. എന്നാൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നു, ഓരോരുത്തരും വ്യത്യസ്ത ശുശ്രൂഷകൾ നിർവഹിക്കുന്നുവെന്ന്. എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്. സഭയിലെ വിവിധ ശുശ്രൂഷകൾ ദൈവിക ദാനങ്ങളായതുപോലെ തന്നെ സഭയുടെ ഗൃഹവിചാരകത്വം, അതായത് സ്റ്റുവേർഡ്ഷിപ്പ് എന്ന് പറയുന്നത് ഭംഗിയായി നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്രകാരം പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഞങ്ങളോ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരും ദൈവത്തിൻ്റെ ഗൃഹവിചാരകന്മാരും ആകുന്നു. ഇതിനായി അപ്പോസ്തലന്മാർ പ്രത്യേകമായി ദൈവിക ശുശ്രൂഷക്കാരെ നിയമിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ സഭയിൽ, ആദിമസഭയിൽ കൈവപ്പോടുകൂടി നിയമിച്ചതായ 3 സ്ഥാനികളാണ്. ഒന്നാമത്തേത് എപ്പിസ്കോപ്പോസ് അല്ലെങ്കിൽ എപ്പിസ്കോപ്പ, അധ്യക്ഷൻ എന്ന് പറയും. രണ്ടാമത് കാശീശ അല്ലെങ്കിൽ പ്രസിബിറ്റർ. 3 ശംശോനോ അല്ലെങ്കിൽ ഡീക്കൻ. ഇങ്ങനെ 3 സ്ഥാനികളാണ് ആദിമസഭയിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ അനുഭവമാണ് ഇന്നും നമുക്ക് സഭയിൽ കാണുവാൻ കഴിയുന്നത്. ഇവയെല്ലാം ചേർത്തുകൊണ്ട് ഈ സ്ഥാനികളുടെ ശുശ്രൂഷയെ പരിശുദ്ധ സഭ കണ്ടിരിക്കുന്നത് മിനിസ്ട്രി എന്ന വാക്കിലാണ്. മിനിസ്ട്രി എന്നതായ ലാറ്റിൻ പദം മിനിസ്റ്റീരിയം എന്നുള്ളതായ ലാറ്റിൻ പദത്തിൽ നിന്നാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതിന് ഗ്രീക്കിൽ ഡയക്കോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സെർവ്. ഡൂലോസ് എന്ന് പറയുന്ന ഡൂലോ എന്ന വാക്കിൻ്റെ അർത്ഥം ടു സെർവ് ആസ് എ സെർവൻറ്റ്. അപ്പോൾ പരിശുദ്ധ സഭയിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്നതായ സ്ഥാനികളാണ് എപ്പിസ്കോപ്പോസ്, കശീശ, ഡീക്കൻ എന്ന് പറയുന്നതായ ഓരോ സ്ഥാനങ്ങളും. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, മനുഷ്യപുത്രൻ സേവിക്കപ്പെടുവാനല്ല, സേവിപ്പാൻ അത്രേ വന്നത്. അപ്പൊ ദൈവം ചെയ്തതായ സേവന ശുശ്രൂഷ, കർത്താവ് ലോകത്തിൽ കാണിച്ചതായ ആ സേവന ശുശ്രൂഷയാണ് ഓരോ പുരോഹിതനിലും നിക്ഷിപ്തമായിരിക്കുന്നതെന്നുള്ളതായ ബോധ്യമാണ് ഞങ്ങൾ പുരോഹിതർക്ക് ഒന്നാമത് ഉണ്ടാകേണ്ടതായ ഘടകം. ഇന്ന് പ്രിയപ്പെട്ട ശമാശൻ ഈ ഒരു ശുശ്രൂഷയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ദൈവത്തെ ശുശ്രൂഷിക്കാനാണ് പ്രിയപ്പെട്ട ശമാശൻ വിളിക്കപ്പെടുന്നുള്ളതായ ബോധ്യമാണ് ഉണ്ടാകേണ്ടത്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായ പരിശുദ്ധ സഭയുടെ പിതാവായ സെന്റ് ക്രിസോസ്റ്റം ഒരു കശീശ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നതായ വ്യക്തിക്കുണ്ടാകേണ്ടതായ 4 പ്രധാനപ്പെട്ട ഫങ്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഒന്നാമത് സെന്റ് ക്രിസോസ്റ്റം പറയുന്നത് ഒരു പുരോഹിതനിൽ ഉണ്ടാകേണ്ടത്, ഒന്നാമത്തേത് ദ ഓർഡൈൻഡ് മിനിസ്റ്റർ ഹാസ് എ സാക്രമെന്റൽ ഫങ്ഷൻ. 2, he has disciplinary and administrative function. 3, he has teaching and evangelistic function. Finally, he has pastoral function. ഈ 4 ദൗത്യങ്ങളാണ് പരിശുദ്ധ സെന്റ് ക്രിസോസ്റ്റം പഠിപ്പിക്കുന്നത്. ഞാൻ ഇതിനെ ഒന്ന് അല്പം വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1, സാക്രമെന്റ് അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളതായ ദൗത്യം. ഇന്ന് കശീശ സ്ഥാനത്തേക്ക് ശമാശൻ ഉയർത്തപ്പെടുമ്പോൾ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ കൈകളിൽ ആഘോഷിപ്പാൻ തക്കവണ്ണം മാലാഖമാർക്ക് പോലും ലഭിക്കാത്തതായ ഒരു വലിയ ഭാഗ്യത്തിലേക്ക് കടക്കുകയാണ്. ഒരു കുഞ്ഞ് സഭയിലേക്ക് മാമോദീസായിലൂടെ ചേർക്കപ്പെടുന്ന നാൾ മുതൽ ആ വ്യക്തിക്ക് വേണ്ടതായ എല്ലാ കൂദാശകളും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരികർമ്മം ചെയ്യുവാനുള്ള വലിയ ഒരു ദൗത്യം. ഒരു പുത്തൻ കുർബാന പോലെ തന്നെ ഓരോ കൂദാശകളെയും സമർപ്പണത്തോടും പ്രാർത്ഥനയോടും ആത്മാർത്ഥതയോടും പൂർണ്ണ വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്ത് വിശ്വാസികൾക്ക് അത് അനുഭവമാക്കി തീർക്കുവാൻ കഴിയണം. ഞാനൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട
അല്ലെങ്കിൽ ഏറ്റവും സമ്പുഷ്ടമായ പ്രാർത്ഥനകളുള്ള ഒരു സഭയിലെ അംഗമാണ്. സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ലിറ്റോർജിക്കൽ തിയോളജി പഠിക്കാൻ ഒരു തിയോളജിൻ്റെയും പുസ്തകം വായിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുദാശകളുടെ പ്രാർത്ഥനകൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രം മതി. കാരണം സുറിയാനി സഭയുടെ ഒരു പ്രത്യേകതയാണ്, ഒരു വശത്ത് അതൊരു പഠിപ്പിക്കലാണ്, സഭയുടെ വിശ്വാസം പഠിപ്പിക്കലാണ്, മറ്റൊരു വശത്ത് അതൊരു പ്രാർത്ഥനയാണ്. ആ വിശ്വാസത്തെ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കിക്കൊണ്ട് ആ ശുശ്രൂഷ പരികർമ്മം ചെയ്ത് ജനത്തിന് അത് അനുഭവമാക്കി തീർക്കാൻ കഴിയണം. ഞാൻ സാധാരണ പറയും, ഒരു പുരോഹിതൻ്റെ റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് എന്നാണ്. ഞാൻ വിശ്വസിക്കുന്നത് പ്രായം വെച്ചല്ല, മറിച്ച് ഞാൻ ഈ പരികർമ്മം ചെയ്യുന്ന കൂദാശ എനിക്ക് എപ്പോഴെങ്കിലും മൊണോട്ടണസായിട്ട് തോന്നുന്നൊരു കാലമുണ്ടായാൽ അത് റിട്ടയർമെൻറ്റ് കാലമായിട്ട് കാണണം. പിന്നീട് ജനത്തിന് അത് കൊടുക്കരുത്. കാരണം നമുക്ക് അനുഭവവും നമുക്ക് സമർപ്പണവും നമുക്ക് പ്രാർത്ഥനയും വിശ്വാസവുമില്ലാതെ ഈ കൂദാശ പരികർമ്മം ചെയ്യരുത്. അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്വത്തെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ സാധിക്കണം. ദൈവത്തോട് മധ്യസ്ഥം വഹിക്കുന്ന ദൈവ സന്ദേശത്തെ അതിൻ്റെ സത്ത ഒട്ടും ചോർന്നു പോകാതെ ജനത്തിലേക്ക്, വിശ്വാസികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവനാകാൻ ശമാശന് കഴിയണം. 2, അവിടെ പറയുന്നത് ഡിസിപ്ലിനറി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻ. സഭയിൽ അച്ചടക്കം നിലനിർത്തുവാൻ, ഇടവകയിൽ തന്നെ ഏൽപ്പിക്കുന്നതായ അജപാലന ഗണത്തിന് ഇടയിൽ അച്ചടക്കം നിലനിർത്തുവാനും ആ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുവാനും അവിടുത്തെ ഭരണപരമല്ല മറിച്ച് ശുശ്രൂഷയിൽ ഊന്നിയുള്ളതായ ഉത്തരവാദിത്തങ്ങൾക്ക് മുൻപിൽ നിൽക്കുവാൻ കഴിവുള്ളവനായിരിക്കണം പുരോഹിതൻ. പുരോഹിതൻ എപ്പോഴും പുരോഭാഗത്ത് ഗമിക്കുന്നവനാണ്, മുൻപിൽ നടക്കുന്നവനാണ്. അവൻ മാതൃകയുള്ളവനായിരിക്കണം. അവിടെ അച്ചടക്കം നിലനിർത്തുകയും സഭയിൽ ദൈവത്തിൻ്റെ വിശുദ്ധി നിലനിൽക്കുവാൻ കഴിയുന്ന തരത്തിലുള്ളതായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും നടപടികൾ സ്വീകരിക്കാനും പ്രവർത്തിക്കുവാനും ശമാശന് കഴിയണം. നീതി ഒരുപോലെ എല്ലാവർക്കും ഉറപ്പാക്കുവാൻ കഴിയണം. അച്ചടക്കം സമസ്ത മേഖലകളിൽ നിലനിർത്തുവാൻ കഴിയണം. തെറ്റുകളെ ചൂണ്ടിക്കാട്ടി സ്നേഹത്തിൽ തിരുത്തി ഓരോ വ്യക്തിയെയും വിശുദ്ധിയിൽ നയിക്കുവാൻ കഴിയണം. ഒരു പുരോഹിതൻ ഒരു സമയത്ത് ദൈവത്തോട് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ അതേപോലെ തന്നെ അവൻ പടിഞ്ഞാട്ട് തിരിയുമ്പോൾ ദൈവശബ്ദത്തെ നാഥാൻ പ്രവാചകനെ പോലെ തന്നെ ശക്തിയായി വെളിപ്പെടുത്തുവാൻ കഴിവുള്ളവനായിരിക്കണം, പ്രാപ്തിയുള്ളവനായിരിക്കണം. എനിക്കേറെ അഭിമാനമുള്ളത് ശമാശൻ UTCയിൽ പഠിച്ചപ്പോൾ, ഞാൻ UTCയിൽ പഠിച്ച ഏറ്റവും വലിയൊരു കാര്യം അതാണ്. അതായത് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ക്രിയാത്മകമായി വിമർശിക്കുവാനുള്ളൊരു കഴിവ്. 2, നല്ല വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുവാനുള്ളതായ ഒരു മനോഭാവം അതെപ്പോഴും ഒരു പുരോഹിതൻ നിലനിർത്തുവാൻ കഴിയണം. വിശ്വാസികളുടെ ഇടയിലെ തർക്കങ്ങൾ ദൈവീക മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് നീതിപൂർവമായി പരിഹരിക്കുവാൻ മുൻകൈയെടുക്കുന്നവനായിരിക്കണം പുരോഹിതൻ. അശരണരോടും തള്ളപ്പെട്ടവരോടും നീതി നിഷേധിക്കപ്പെട്ടവരോടും ബലഹീനരോടും പക്ഷം ചേരുന്നവനായിരിക്കണം പുരോഹിതൻ. പക്ഷം പിടിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പക്ഷം പിടിക്കണം. അത് ക്രിസ്തു പിടിച്ച പക്ഷമായിരിക്കണം പുരോഹിതൻ പിടിക്കുന്ന പക്ഷമെന്ന് പറയുന്നത്. അവൻ അശരണരോടുകൂടിയായിരുന്നു, തള്ളപ്പെട്ടവരോടുകൂടിയായിരുന്നു, തഴയപ്പെട്ടവരോടുകൂടിയായിരുന്നു, നീതി നിഷേധിക്കപ്പെട്ടവരോടുകൂടിയായിരുന്നു, അവൻ ബലഹീനരോട് കൂടിയായിരുന്നു. അത് തിരിച്ചറിയുവാൻ ഇടയാകണം. പക്വതയോടും സമചിത്തതയോടും കൂടെ ജനങ്ങളോട് ഇടപെടുവാൻ കഴിയണം. അപ്രകാരം ഇടവകയിൽ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ മേഖലകളിൽ അച്ചടക്കം നിലനിർത്തുവാൻ കഴിയണം. 3, ഇവിടെ സെന്റ് ക്രിസോസ്റ്റം പറയുന്നത് ഹി ഹാസ് ടീച്ചിങ് ആൻഡ് ഇവാഞ്ചലിസ്റ്റിക് ഫങ്ഷൻ. ശമാശൻ നല്ല ഒരു വിദ്യാർത്ഥിയാണ്, എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. കാരണം ശമാശൻ്റെ വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ വഴിയുള്ളത് നോക്കിയാൽ വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. SB കോളേജിൽ നിന്ന് BAയും അതേപോലെ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പൂർത്തീകരിച്ച് ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ധർമാരാമിൻ്റെ കീഴിൽ ഫിലോസഫിയിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത് ആ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ശമാശൻ്റെ അക്കാഡമിക് എക്സലൻസ് കണ്ടു തന്നെ ധർമാരാമിലെ ഫിലോസഫി അധ്യാപകർ റെക്കമെൻഡ് ചെയ്ത് ക്രൈസ്റ്റ് കോളേജിൻ്റെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി അതിൻ്റെ ജൂനിയർ കോളേജിൽ ഒരു ഫിലോസഫി അധ്യാപകനായി അവർ നിയമിച്ചു എന്ന് പറയുന്നത് ശമാശൻ്റെ അക്കാഡമിക് കരിയർ മാത്രമല്ല വ്യക്തിത്വത്തെ കൂടെ മനസ്സിലാക്കിയാണ്. അതിനെ തുടർന്ന് MSOT സെമിനാരിയിൽ ഓറിയൻറ്റേഷന് ശേഷം ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ നിന്ന് BD ഉന്നത നിലയിൽ പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഞാൻ ഒരു മാസം മുമ്പ് UTCയിൽ AGM അറ്റൻഡ് ചെയ്യാൻ ചെന്നപ്പോൾ UTCയിലെ ശമാശൻ പഠിപ്പിച്ച പ്രിൻസിപ്പാൾ, ശമാശൻ്റെ ഡീൻ, ശമാശൻ്റെ തീസിസ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള എല്ലാ അധ്യാപകരും പറഞ്ഞത് ഒരു നല്ല വിദ്യാർത്ഥി
നല്ല ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തി, ആ ഒരു നല്ല വിദ്യാർത്ഥിക്ക് ഒരു നല്ല അധ്യാപകനാകുവാൻ കഴിയുകയുള്ളൂ. ഒരു പുരോഹിതനിലെ ധർമ്മമാണ് ദൈവത്തിൻ്റെ സദ്വാർത്തയെ, സുവിശേഷത്തെ, അതിൻ്റെ മർമ്മം ഒട്ടും ചോർന്നു പോകാതെ ലളിതമായി ജനങ്ങളിൽ എത്തിക്കുവാൻ അതിന് കഴിവുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സുവിശേഷത്തെ കർത്താവ് പറഞ്ഞതാണ്, ഗോ ഇൻ ടു ദ വേൾഡ് ആൻഡ് പ്രൊക്ലെയിം ദ ഗുഡ് ന്യൂസ്. സോ പ്രീസ്റ്റ് മസ്റ്റ് ബി ആൻ ആപ്റ്റ് ടീച്ചർ who embodies the spirit of a model student, continually learning, adapting and inspiring others through their own pursuit of knowledge. ആ ഒരു ബോധ്യത്തിൽ നല്ല ഒരു അധ്യാപകനാകാൻ മരണം വരെ ഒരു നല്ല വിദ്യാർത്ഥിയുടെ മനോഭാവത്തോടു കൂടി ഇന്ന് തനിക്ക് ആരൊക്കെ ജ്ഞാനം പകർന്നു വന്നു, അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട രണ്ട് വ്യക്തികളാണ്, നമ്മുടെ ജൂബി അച്ഛനും അതേപോലെ തന്നെ നമ്മുടെ സാജൻ അച്ഛനും. ഈ നാളുകളിൽ ശമാശനെ ഒരു വൈദിക ശുശ്രൂഷയിലേക്ക്, ആരാധനയിൽ വളർത്തിയെടുക്കുവാൻ അവരേറെ ശ്രമിച്ചു എന്നുള്ളതും ഈ നാളുകളിൽ എനിക്ക് ബോധ്യമുണ്ട്. അഭിമന്യ തിരുമേനിയുടെ ആ ഒരു സ്നേഹത്തിൽ നിന്നുകൊണ്ട് ശമാശനെ ഈ നാളുവരെയും പഠിക്കാൻ അനുവദിച്ചു. എനിക്ക് അഭിമന്യ തിരുമനസിനോട് അപേക്ഷിക്കാനുള്ളത്, ശമാശനെ തുടർന്ന് പഠിപ്പിക്കണം. MTHും ഡോക്ടറേറ്റും ഒക്കെ എടുത്ത് ഒരു ഉന്നത നിലയിൽ നല്ല വിദ്യാസമ്പന്നനായ ഒരു വൈദികനായി തന്നെ സഭയ്ക്ക് ഗുണമുള്ളവനായി തീരുവാൻ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ ലളിതമായി ദൈവജനത്തിലെത്തിച്ച് അവരെ വിശുദ്ധിയിൽ നയിക്കുവാൻ കഴിയണം. നാലാമത് സെന്റ് ക്രിസ്റ്റോസ്റ്റം പറയുന്നത് പാസ്റ്ററൽ ഫംഗ്ഷനാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അജപാലന ശുശ്രൂഷ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ വ്യക്തമായിട്ട് അക്കാലത്ത് യെരുശലേമിൽ കാർഷിക പശ്ചാത്തലത്തിൽ എല്ലാവർക്കും സുപരിചിതമായ ഒരു പ്രയോഗമാണ് ആട് ഇടയൻ എന്നുള്ള ബന്ധമെന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ 3 തലത്തിലാണ് അതിനെ കാണുന്നത്. ഒന്ന്, ദൈവവും മനുഷ്യനും. 2, ഹ്യൂമൻ ലീഡേഴ്സ്, അതായത് പ്രവാചകന്മാർ, രാജാക്കന്മാർ, പുരോഹിതന്മാരും ജനവും. 3, വരാനുള്ള മശിഹ. ഈ 3 തലത്തിൽ ഇടയനെ കാണിക്കുമ്പോൾ പുതിയ നിയമത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ സാക്ഷാൽ ഇടയൻ എന്നുള്ളതായ ആ ഒരു വലിയ പഠിപ്പിക്കൽ ക്രിസ്തു പറയാണ്, ഞാൻ നല്ല ഇടയൻ. ആ ഇടയൻ എന്നുള്ള സങ്കല്പത്തിൽ കർത്താവ് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഹ്യൂമൻ ലീഡേഴ്സ്, സഭയിലെ പിതാക്കന്മാരെ, കശിശന്മാരെ, എപ്പിസ്കോപ്പന്മാരെ ഇടയന്മാരായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ടുള്ളതായ ഒരു ഇടയത്വ ശുശ്രൂഷയിലേക്ക് ശമാശൻ ഉയരുവാൻ കഴിയണം. ഇവിടെ ഇടയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയൻ്റെ കയ്യിൽ 2 കാര്യമേ ഉള്ളൂ, ഒരു സഞ്ചിയും ഒരു വടിയും. സഞ്ചിയിൽ തൻ്റെ ആടുകൾക്ക് ആവശ്യ സമയത്ത് കൊടുക്കേണ്ടതായ ഭക്ഷണം, വടി എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്ന് പലപ്പോഴും പൗരോഹിത്യ ഗണത്തിലുള്ളവർ തെറ്റിദ്ധരിക്കുന്നുണ്ട്, അടിക്കാനുള്ളതല്ല, മറിച്ച് തൻ്റെ ആടുകളെ നേർവഴിയിൽ നയിക്കുവാനുള്ളതായ ഒരു മാർഗമായിട്ടാണ് അതിനെ കാണുന്നത്. ആടുകളെ നേർവഴിയിൽ നയിക്കുന്നവനായിരിക്കണം ഒരിടയൻ. അവയെ തീറ്റിപ്പോറ്റുന്നവനായിരിക്കണം. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവയെ കിടത്തുകയും സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിലേക്ക് നടത്തുന്നവനായിരിക്കണം. 3, ഒരു നല്ല ഇടയൻ വന്യമൃഗങ്ങളിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും തൻ്റെ ആടുകൾക്ക് സംരക്ഷണം ഒരുക്കുന്നവനായിരിക്കണം. തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയാലും തൻ്റെ ആടുകൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നവൻ. ഓരോ ആടിനെയും പേർ ചൊല്ലി വിളിക്കാൻ കഴിവുള്ളവനും ആടുകൾ ഇടയൻ്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുന്നവരുമായിരിക്കണം. ഓരോ ആടുകളുടെയും ആവശ്യം അറിഞ്ഞ് അതിനെ പരിപാലിക്കുന്നവനാണ് നല്ല ഇടയൻ. രോഗികളായവരെയും തഴയപ്പെട്ടവരെയും ക്ഷീണിച്ചിരിക്കുന്നവരെയും അത് പറയുന്നുണ്ട്, അവൻ തള്ളകളെ പതുക്കെ നടത്തും, കുഞ്ഞാടുകളെ തൻ്റെ തോളിൽ വഹിക്കും. ആടിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഇടയൻ്റെ നഷ്ടപ്പെട്ടു പോയതിനെ തിരയുന്നവനാണ്. ഇന്ന് പലപ്പോഴും പൗരോഗത്തിൽ വന്നിരിക്കുന്ന ഇടയത്തെ ശുശ്രൂഷയിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ അല്ല പലപ്പോഴും ഇടയന്മാരെ തിരയുന്നത്, കൂടെ നിൽക്കുന്നവരെ, അല്ലെങ്കിൽ ഒരു റൂളിംഗ് ക്ലാസ്സിനെ മാത്രം. ആ കാലത്ത് നഷ്ടപ്പെട്ടവർ പോയവർ 1% ഉള്ളൂ, ഒരാടേ ഉള്ളുവെങ്കിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോയവർ 99 ഒരു കാലഘട്ടത്തിൽ നമ്മൾ വന്നിരിക്കുക. അതുകൊണ്ട് റൂളിംഗ് ക്ലാസ്സിനെയോ അല്ലെങ്കിൽ തങ്ങളെ അനുസരിക്കുന്നവരെ മാത്രം ശുശ്രൂഷിക്കുന്ന ഒരു ഇടയനല്ല ഒരു ക്രൈസ്തവ ഇടയൻ. ക്രിസ്തു കാണിച്ച ഇടയത്വം അതല്ല, മറിച്ച് കൂട്ടം തെറ്റിപ്പോകുന്ന, അത് പാപിയായതുകൊണ്ട് മാത്രമല്ല ആടുകൾ കൂട്ടം തെറ്റിപ്പോകുന്നത്. ശക്തന്മാരായ ആടുകളുടെ കൂട്ടം നടന്നപ്പോൾ തീറ്റ സ്വയം തേടുവാൻ കഴിവില്ലാത്ത ഒരു ബലഹീനനായിരിക്കാം, അല്ലെങ്കിൽ ശക്തന്മാരായ ആടുകളാൽ അവരുടെ മർദ്ദനമേറ്റ്
വഴിയിൽ തള്ളപ്പെട്ടു പോയവനായിരിക്കാം. അവിടെ കർത്താവ് കാണിച്ച ഇടയത്തൻ എന്ന് പറയുന്നത് 99 അവിടെ നിർത്തി ആ നഷ്ടപ്പെട്ടതിനെ ചേർത്ത് മുൻപോട്ട് പോയ ഒരു ഇടയത്വ ശുശ്രൂഷയാണ് കർത്താവ് കാണിച്ചു തരുന്നത്. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട ശമാശൻ ഒരു അവിവാഹിത പട്ടക്കാരനായി ഉയർത്തപ്പെടുകയാണ്. ഒരു അവിവാഹിത പട്ടക്കാരൻ ഒരു സന്യാസി ആകണമെന്നില്ല. സുറിയാനി സഭയിൽ പൗരോഹിത്യ ആവശ്യമില്ല സന്യാസത്തിന്. എല്ലാ സന്യാസികളും പുരോഹിതരായിരിക്കണമില്ല. അതുപോലെ തന്നെ എല്ലാ അവിവാഹിത പട്ടക്കാരും സന്യാസികളാകണമെന്നുമില്ല. എന്നാൽ സന്യാസത്തിൻ്റെ പാതയിൽ ഉള്ളവരാണ്. കുടുംബസ്ഥൻ തൻ്റെ പങ്കാളിയോടുള്ള ബന്ധത്തിൽ പൂർണ്ണതയിലേക്ക് വരുന്നുവെങ്കിൽ ഒരു സന്യാസി ദൈവത്തോടുള്ള ബന്ധത്തിൽ, ആ ദൈവീക ബന്ധത്തിൽ പൂർണ്ണനായി തീരുകയാണ്. ദൈവത്തോട് കൂടെ ജീവിക്കുവാൻ വിളിക്കപ്പെടുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് 3 കാര്യങ്ങൾ ഉണ്ടാകണം. പ്രിയപ്പെട്ട ശമാശൻ അത് ഓർത്തിരിക്കേണ്ടതായ കാര്യം: 1, ദൈവത്തോടുള്ള ബന്ധം; 2, ദൈവത്തിൻ്റെ ജനത്തോടുള്ള ബന്ധം; 3, ദൈവത്തിൻ്റെ മുമ്പാകെ പ്രതിജ്ഞയോടെ സ്വീകരിച്ച പൗരോഹിത്യത്തോടുള്ളതായ ബന്ധം. ഇവിടെ ഒരു സത്യാന്വേഷിയായി ശമാശൻ മാറണം. കാരണം എന്താണ് എന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്? ഓരോ ദിവസവും ദൈവം എനിക്ക് നൽകുന്നതായ നിയോഗങ്ങൾ എന്താണ്? അത് തിരിച്ചറിഞ്ഞ് ഒരു നിരന്തരം സത്യം അന്വേഷിക്കുന്ന ഒരു പുരോഹിതനായി തീരണം. ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ദൈവിക ശുശ്രൂഷയെക്കുറിച്ചും തന്നെക്കുറിച്ചുമുള്ളതായ ദൈവഹിതം എന്താണെന്ന് ഓരോ ദിവസവും തിരിച്ചറിയുവാൻ ഇടയായിത്തീരണം. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളതായ ഒരു ബോധ്യം. ആദ്യകാല ദേറാകൾ എന്ന് പറയുന്നത് സഭയുടെ പട്ടിണിയും ദാരിദ്ര്യമുള്ള കാലത്ത് ജനത്തിന് ദേറാകളിൽ ആശ്രയമുണ്ടായിരുന്നു. അതേപോലെ തന്നെ പഠിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങൾ ദേറായിൽ വന്നാൽ അവരെ പഠിപ്പിച്ചിരുന്നു. യുദ്ധത്തിൻ്റെ കാലത്ത് ദേറാകൾ സംരക്ഷണം നൽകി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലഘട്ടത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി ജനത്തെ ശുശ്രൂഷിക്കുന്നവരാണ് യഥാർത്ഥ സന്യാസികൾ. കാരണം ഞങ്ങൾ കുടുംബസ്ഥരായ പുരോഹിതർക്ക് കുടുംബത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം ഒരു വശത്തുള്ളപ്പോൾ ഒരു അവിവാഹിത പട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ ഉത്തരവാദിത്വം ഒന്നുമില്ലാതെ തന്നെ പൂർണ്ണ സമയം ദൈവത്തിനായി ജീവിപ്പാൻ കഴിയുന്ന ഒരു വ്യക്തിയായി മാറണം. എന്നാൽ സന്യാസത്തിൻ്റെ പാതയിൽ ശമാശൻ ചരിക്കുമ്പോൾ ഉപേക്ഷിക്കേണ്ട ചിലതുണ്ട്. ഹൈന്ദവ സന്യാസത്തിൽ ഉപേക്ഷിക്കുന്നത് ലോകത്തിൽ സകലതും ഉപേക്ഷിച്ചാലും അമ്മയോടുള്ള പുക്കിൾക്കൊടി ബന്ധം മരണം വരെ നിലനിർത്തണം. എന്നാൽ ഒരു ക്രൈസ്തവ സന്യാസത്തിൽ തിരിച്ചറിയേണ്ടതായ കാര്യം: 1, സ്ഥാനമാനങ്ങളോടുള്ളതായ മോഹം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആദിമസഭയിൽ കശിശ സ്ഥാനത്തേക്ക് ഒരു സന്യാസിയെ വിളിക്കുമ്പോൾ ദേറാകളിൽ നിന്ന് ഓടിപ്പോയ സന്യാസികളുള്ള ഒരു സഭയിലെ അംഗങ്ങളാണ് നമ്മൾ ഓർക്കണം. കാരണം ഈ ശുശ്രൂഷയ്ക്ക് ഞാൻ അയോഗ്യനാണെന്ന് പറഞ്ഞ് ആശ്രമം വിട്ടോടിയവരാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപകടം, എനിക്കെന്താണ് യോഗ്യത കുറവെന്ന് പറഞ്ഞ് നമ്മുടെയൊക്കെ യോഗ്യതകൾ പ്രൊഫൈൽ ആക്കി ഇന്ന് നോട്ടീസ് അടിച്ചും ഫ്ലെക്സ് അടിച്ചും വെക്കുന്ന ഒരു കാലത്തിലേക്കൊക്കെ നമ്മൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശമാശൻ സ്ഥാനമോഹങ്ങളോടുള്ള മോഹം, അധികാരത്തോടുള്ള ഭ്രമം, ഭൗതിക സുഖസൗകര്യങ്ങളോടുള്ളതായ മോഹം, ഭക്ഷണപ്രിയം, പണത്തോടുള്ളതായ ആഗ്രഹം, ജഡത്തിൻ്റെ സകല ആസക്തികളെയും ഉപേക്ഷിക്കാൻ കഴിയണം. ഇങ്ങനെ ഒരു സന്യാസിക്ക് യോജിക്കാത്ത സകലതും ഉപേക്ഷിച്ച് പൂർണ്ണ സമയം ദൈവത്തോടുള്ള ബന്ധത്തിൽ ജനത്തിനു വേണ്ടി വിനിയോഗിക്കുവാൻ കഴിയണം. പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം നൽകിയും ധ്യാനം ഉള്ളതായ ഒരു ജീവിതം നയിച്ചും നിശബ്ദതയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുവാൻ പ്രിയപ്പെട്ട ശമാശന് കഴിയണം. അതായത് താൻ ശുശ്രൂഷിക്കുന്ന ദേവാലയത്തിലോ സ്വന്തം ഇടവകപ്പള്ളിയായ ഈ ദേവാലയത്തിലോ വല്ലപ്പോഴുമൊക്കെ ഒറ്റയ്ക്ക് വന്നിരുന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു പ്രാർത്ഥനയിൽ വളരുവാൻ കഴിയണം. കർത്താവ് കാണിച്ചു തന്ന ഏറ്റവും വലിയ മാതൃക അതാണ്: പബ്ലിക് പ്രെയർ ആൻഡ് പ്രൈവറ്റ് പ്രെയർ. തൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഓരോ നിയോഗങ്ങളും ആരംഭിക്കുമ്പോഴും അവൻ വിജനതയിൽ പോയി ഒറ്റയ്ക്കോ ഏറ്റവും അടുത്ത ശിഷ്യന്മാരോടോ ചേർന്നൊന്ന് പ്രാർത്ഥിച്ചിരുന്നു. ആ ഒരു പ്രാർത്ഥനയുടെ ഒരു ശക്തി ശമാശനിൽ ഒരു പൗരോഹിത്യ ശുശ്രൂഷയിലേറെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരുടെയും പ്രിയപ്പെട്ട ശമാശൻ്റെ അധ്യാപകഗണങ്ങളുടെയും അതേപോലെ തന്നെ കുടുംബാംഗങ്ങളുടെയും വിശ്വാസികളുടെയും നാമത്തിലുള്ളതായ എല്ലാ അനുമോദനവും പ്രാർത്ഥനയും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.